ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സൽ PSC എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര ഭാഗത്തു നിന്നും 330 ചോദ്യങ്ങളാണ് നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒരു തവണ വീതം വായിച്ചു പോകുന്നേ ഉള്ളൂ, ശ്രദ്ധിച്ച് കേൾക്കാം. ഇന്ത്യയിൽ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയത് ദാദാബായ് നവറോജി. ഇന്ത്യയിൽ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയത് ദാദാബായ് നവറോജി. അദ്ദേഹം 1867 1868 കാലഘട്ടത്തിലാണ് പ്രതിശീർഷ വരുമാനം കണക്കാക്കിയത്. ഇന്ത്യയിൽ ശാസ്ത്രീയമായി ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് VKRV റാവു. 1931 ശാസ്ത്രീയമായി ദേശീയ വരുമാനം കണക്കാക്കിയത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO. 1954 CSO അതായത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ സ്ഥാപിതമായത്. ആസ്ഥാനം ഡൽഹിയാണ്. ആ CSO ആണ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനാണ് ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം. ചോദ്യം നമ്പർ 4, CSOയുടെ ഔദ്യോഗിക ബുള്ളറ്റിനായി ധവളപത്രം ആദ്യം പ്രസിദ്ധീകരിച്ചത് 1956. CSOയുടെ ഔദ്യോഗിക ബുള്ളറ്റിനായി ധവളപത്രം ആദ്യം പ്രസിദ്ധീകരിച്ചത് 1956. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് M. വിശ്വേശ്വരയ്യ. ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് M. വിശ്വേശ്വരയ്യ. പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന പ്രസിദ്ധ ഗ്രന്ഥം എഴുതിയത് M. വിശ്വേശ്വരയ്യ. സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ആദ്യം നേടിയ ഇന്ത്യക്കാരൻ അമർത്യ സെൻ. 1998 അമർത്യ സെന്നിന് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്. അമർത്യ സെന്നിന് ഭാരതരത്ന ലഭിച്ച വർഷമാണ് 1999. ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് 1938. പ്ലാനിംഗ് കമ്മീഷൻ 1944 ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവായത്. ഗാന്ധിയൻ പദ്ധതി അതിൻ്റെ ഉപജ്ഞാതാവ് ശ്രീനാരായൺ അഗ്രവാൾ. 1944 ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ശ്രീനാരായണ അഗ്രവാളാണ്. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ വക്താവ് JC കുമരപ്പയാണ്. ആശയം നൽകിയത് JC കുമരപ്പയാണ്. ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ് നാരായൺ അഗർവാളുമാണ്. അടുത്തത് സർവോദയ പദ്ധതി. സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായണനാണ്. അദ്ദേഹം 1950 സർവോദയ പദ്ധതി നടപ്പിലാക്കിയത്. ജനകീയ ആസൂത്രണത്തിൻ്റെ ഉപജ്ഞാതാവ് MN റോയ്. 1945 പീപ്പിൾസ് പ്ലാൻ അതായത് ജനകീയ ആസൂത്രണം നടത്തിയത്. ജനകീയ ആസൂത്രണം എന്ന പദ്ധതി വന്നത് MN റോയ് ആണ് അതിൻ്റെ ഉപജ്ഞാതാവ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം യോജന ഭവൻ ന്യൂഡൽഹി. ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ പ്രധാനമന്ത്രി. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് പ്രധാനമന്ത്രി. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രി. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ എടുത്തിരിക്കുന്നത് USSRൽ നിന്നും റഷ്യയിൽ നിന്നുമാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്.
സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് PC മഹലനോബിസ് ആണ്. കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചതും PC മഹലനോബിസ് ആണ്. ഇന്ത്യൻ സ്ഥിതിവിവര ശാസ്ത്ര വിഭാഗത്തിൻ്റെ ശില്പി എന്നറിയപ്പെട്ടത് PC മഹലനോബിസ്. ഭാരത സർക്കാർ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനമായി പ്രഖ്യാപിച്ചത് ജൂൺ 29 PC മഹലനോബിസിൻ്റെ ജന്മദിനമാണ്. ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് PC മഹലനോബിസ്. PC മഹലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സംഖ്യ. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി PC മഹലനോബിസ്. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷനു പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ഫുൾ ഫോമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് 2015 ജനുവരി 1. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷൻ നരേന്ദ്രമോദി. നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. നീതി ആയോഗിൻ്റെ പ്രഥമ CEO സിന്ധുശ്രീ ഗുള്ളർ. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിന് പകരമായി രൂപം കൊണ്ട സംവിധാനം ഗവേണിംഗ് കൗൺസിൽ. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിന് പകരമായി രൂപം കൊണ്ട സംവിധാനമാണ് ഗവേണിംഗ് കൗൺസിൽ. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. രസ്ത് ഗോഫ്താർ, ദ ട്രൂത്ത് ടെല്ലർ എന്ന ദ്വൈവാരികയുടെ പത്രാധിപരാണ് ദാദാഭായ് നവറോജി. രസ്ത് ഗോഫ്താർ എന്നതിൻ്റെ അർത്ഥമാണ് ദ ട്രൂത്ത് ടെല്ലർ. അടുത്തത് വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയ രാജ്യമാണ് ബ്രിട്ടൻ. ഡ്രെയിൻ തിയറിയുമായി ബന്ധപ്പെട്ട് ദാദാഭായ് നവറോജി എഴുതിയ ഗ്രന്ഥമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ബോംബെ പദ്ധതി നിലവിൽ വന്നത് 1944. ബോംബെ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത് അർദേഷിർ ദലാൽ എന്ന വ്യവസായിയാണ്. 1944 ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ജോൺ മത്തായി. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആരംഭിച്ചത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി 1953. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബക്രാനങ്കൽ, ഹിരാക്കുഡ് എന്നീ അണക്കെട്ടുകളുടെ നിർമ്മാണം ആരംഭിച്ചത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ദാമോദർ വാലി പദ്ധതി ആരംഭിച്ചത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് സാമൂഹിക വികസന പദ്ധതി ആരംഭിച്ചത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി. 1952 ഒക്ടോബർ 2 സാമൂഹിക വികസന പദ്ധതി ആരംഭിച്ചത്. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി. കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി KN രാജ്. ഹാരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി. മഹലനോബിസ് പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നതും രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഇരുമ്പുരുക്ക് ശാലകളായ ദുർഗാപൂർ, ഭിലായ്, റൂർക്കല എന്നിവ സ്ഥാപിച്ച പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി. ദുർഗാപൂർ പശ്ചിമ ബംഗാളിൽ ബ്രിട്ടീഷ് സഹായത്താലും ഭിലായ് ഛത്തീസ്ഗഡിൽ റഷ്യൻ സഹായത്താലും റൂർക്കല ഒറീസയിൽ ജർമ്മൻ സഹായത്താലുമാണ് നിർമ്മിച്ചത്.
ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്ന കാലഘട്ടം 1966 മുതൽ 1969 വരെ. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്കാണ്. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയ കാരണം 1971 ഇന്തോ പാക് യുദ്ധമാണ്. റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ച പ്രധാനമന്ത്രി മൊറാർജി ദേശായി. 1978 മുതൽ 80 വരെയായിരുന്നു റോളിംഗ് പ്ലാനിൻ്റെ കാലാവധി. റോളിംഗ് പ്ലാൻ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ഗുണ്ണാർ മിർദയാൽ. രചന ഏഷ്യൻ ഡ്രാമ. അദ്ദേഹത്തിൻ്റെ ഒരു രചനയാണ് ഏഷ്യൻ ഡ്രാമ. അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 1975 ഇന്ദിരാഗാന്ധി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 20 ദിന പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുഴങ്ങിക്കേട്ടത്. കാർഷികോൽപാദനം ലക്ഷ്യമാക്കി കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് പദ്ധതി 1974-75 ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയ കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. DWCRA ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ് പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയ എന്ന പദ്ധതി ആരംഭിച്ചത്. മനുഷ്യ വികസനം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് മുഖ്യ ലക്ഷ്യമായ പഞ്ചവത്സര പദ്ധതി ആറാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായ വർഷം 1995. നരസിംഹറാവു ഗവൺമെൻറ് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? എട്ടാം പഞ്ചവത്സര പദ്ധതി. മൻമോഹൻ മോഡൽ എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? എട്ടാം പഞ്ചവത്സര പദ്ധതി 1992. പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? എട്ടാം പഞ്ചവത്സര പദ്ധതി 1993 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലിയിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി 1997-2002. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി. കുടുംബശ്രീ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? ഒൻപതാം പഞ്ചവത്സര പദ്ധതി 1999. 1950 മുതൽ 1980 വരെയുള്ള കാലയളവിനെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്കിനെ കുറിക്കാൻ ഉപയോഗിക്കുന്ന പദം ഹിന്ദു വളർച്ചാ നിരക്ക്. ഹിന്ദു വളർച്ചാ നിരക്കിൻ്റെ ഉപജ്ഞാതാവ് രാജ് കൃഷ്ണ. പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ ശരാശരി സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ച പദ്ധതി 11ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ബാങ്കിംഗ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 1770. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള തദ്ദേശീയമായ ആദ്യ ബാങ്കാണ് അലഹബാദ് ബാങ്ക്. 1885 സ്ഥാപിതമായത്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്ക് 1904. UTI ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പേര് ആക്സിസ് ബാങ്ക്. ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ നിലവിൽ വന്ന വർഷം 2006. ചൈനയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഏഷ്യൻ അടിസ്ഥാന സൗകര്യ നിക്ഷേപ ബാങ്ക് AIIB ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്. AIIBയുടെ ആസ്ഥാനം ബീജിംഗ്. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ആക്ട് പാസാക്കിയ വർഷം 1934.
ഇന്ത്യൻ റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് 1935 ഏപ്രിൽ 1. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക്. വായ്പകളുടെ നിയന്ത്രകൻ റിസർവ് ബാങ്ക്. വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവ. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പന. RBI രൂപം കൊണ്ടത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ 1926. ഹിൽട്ടൺ യങ് കമ്മീഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ അറിയപ്പെട്ട പേര് റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച വർഷം 1949 ജനുവരി 1. ബാക്കി ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നന്ദി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.